സൂപ്പറാണ്. അയ്യോ ഇത് ഉണങ്ങിയിട്ടില്ലല്ലേ? ചോളക്കൊക്കെ അല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം വെട്ടി 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 എടുക്കണതാ? ഓരോന്നും ഓരോ കള്ളിയും വെട്ടിയെടുക്കണം. ഒരുപാട് ദിവസത്തെ പണിയുണ്ടല്ലേ? ഈ ചക്രത്തിൽ പണിയേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊട്ടിയിടാൻ. കാരണം അത് ഭയങ്കര നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് എടുക്കാം, ഈ പണി ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? നമ്മൾ വാങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറില്ല. അതെ. സൂപ്പർ. അപ്പൊ നമുക്ക് ചട്ടി കൊട്ടേണ്ടതൊന്ന് കാണാൻ. ഓ, അടിയിൽ അതെന്താ കരിങ്കല്ല? ഞങ്ങളുടെ ഉത്ഭവം ആന്ധ്രയെന്നാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പൊ തലമുറയൊന്നല്ല, ഒരുപാട് 500 വർഷങ്ങൾക്കൊക്കെ മുന്നെയാണ്. അത് ഇവിടെ തൃശ്ശൂർ വന്നതാണ്? അല്ല, തൃശ്ശൂരില്ല, മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഞങ്ങളുണ്ട്. ഉണ്ടല്ലേ? അത് ശരിയാണ്. അപ്പൊ ഇതിന്റെ ചുമരൊക്കെ ഈ രീതിയിലാട്ടോ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പഴയ ഈ ഇങ്ങനത്തെ ചുമരുകളൊന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റാത്തൊരു ഇതാണ്. ഹായ്, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വീടിന് മുന്നിൽ കേട്ടോ. അതാണ് കേട്ടോ വീട്. അപ്പോൾ ഇത് രാജൻ ചേട്ടൻ്റെ വീടാണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു വിശേഷമുള്ള എന്താ വെച്ചാൽ ഇവിടെ രാജൻ ചേട്ടന് മണ്ണുകൊണ്ട് ചട്ടിയും കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. സൂപ്പർ നല്ല വെറൈറ്റി വർക്കുകൾ മണ്ണുകൊണ്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ രാജൻ ചേട്ടൻ നമ്മൾ വീടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. അപ്പോൾ നിങ്ങൾ കാണാൻ വന്നതാണ്. അപ്പോൾ ഈ മയക്കുന്ന വെക്കട്ടെ. ഇതിപ്പോൾ എന്താണ് ഫ്ലവർ വെക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഈ വർക്ക് ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? ഇത് നമ്മൾ കുറച്ച് മണ്ണിട്ട് ചക്രത്തിൽ കറക്കുക. ഇതൊന്നും ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓ, ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ അതാ കുറച്ച് മണ്ണ് വെച്ചിട്ട് അടിയിലൊന്ന് ചെറുതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മണ്ണ് അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. കൈ വെച്ച് അമർത്തിയ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനുണ്ടോ ചെയ്യണത്? ഏട്ടാ എത്ര വർഷമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഈ ഒരു വർക്ക്? ചെറുപ്പത്തിൽ തന്നെ പഠിച്ചത്? ചെറുപ്പം മുതലേ ഈ ഒരു പണി തന്നെ എടുക്കണം ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഏരിയയിൽ ഇവിടെ അടുത്ത വീട്ടിൽ കുറേ ചട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ച് കണ്ടില്ലേ? അപ്പോൾ ഈ വല്യമ്മയുടെ വീട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഈ ഒരു തൊഴിലാണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എല്ലാവരും പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു തൊഴിലാണ്. ചട്ടികൾ കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന കലങ്ങളാണ് ഉണ്ടാക്കുന്നത്. കൈ കൊണ്ട് ആവശ്യമുള്ള ഷേപ്പാക്കി മാറ്റണം അല്ലേ? ആദ്യമായിട്ട് കാണുക. കയ്യിന്റെ തോല് പോലെ അല്ലേ? പ്രശ്നം വരുള്ളൂ അല്ലേ? കഴിഞ്ഞല്ലേ? ഒക്കല് അതിന് ഉണങ്ങിയിട്ടാ കൊടുക്കുക? അല്ല, ഇപ്പൊ തന്നെ.
അങ്ങനത്തെ ഒരു ഡിസൈൻ. ആഹാ, സൂപ്പർ. ഇതിപ്പോ ഇന്നലെ ഉണ്ടാക്കിയതാ? ഉണങ്ങാണ്ടല്ലേ? ഇന്നലെ ചെയ്ത. ആഹാ, അപ്പൊ ഇങ്ങനത്തെ അടിപൊളി ഡിസൈൻ വർക്കൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഫ്ലവർ വേഴ്സുകളാണ് ഇതൊക്കെ. ഫ്ലവർ വേഴ്സ്. ആ ഓക്കെ, ഉണ്ടല്ലേ? ഓക്കെ, ചേച്ചി ഉണ്ടാക്കോ? അതേ അത് ശരി. ഇപ്പുറത്തെ വീട്ടിൽ ഇതാ ചട്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചട്ടി ഇനിയിപ്പോ ഈ മൂട് ഇതായി ഇതിങ്ങനെ കൊട്ടി കൊട്ടി റെഡി ആക്കും അല്ലേ? അങ്ങനെയാണ് പരിപാടി. അപ്പൊ നമുക്ക് ഈ ചട്ടി റെഡി ആക്കണമെന്ന് കണ്ടാലോ? ആ, ഇവിടെ കൊട്ടൽ നടക്കുന്നുണ്ട് കേട്ടോ. ചട്ടീന്റെ ഏട്ടാ പേരെന്താ? രാമൻ. ആ, അപ്പോൾ നമ്മള് ചട്ടി ഉണ്ടാക്കുകയാണല്ലേ? ആ, ഈ ചട്ടി ഇതുവരെയാണ് ആ മെഷീനിൽ ഉണ്ടാവുക അല്ലേ? ബാക്കിയുള്ളത് നിങ്ങൾ അടിച്ചടിച്ചടിച്ച് ശരിയാക്കണം. ആ, കല്ല് വെച്ച് കൊട്ടുക. അപ്പോൾ നമുക്ക് ചട്ടി കൊട്ടണതൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ചട്ടി കൊട്ടണതൊന്ന് കാണാം ഇനി. ഓ, അടിയിൽ അതെന്താ കരിങ്കല്ല? ആ ആ, കരിങ്കല്ല് വെച്ചിട്ട് ഒരു മരം കൊണ്ട് കൊട്ടി 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 ആ ഹോൾസ് അടയണ വരെ കൊട്ടും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക കൈത്തഴക്കം വേണം, പ്രത്യേക ഒരു ചെയ്ത് ശീലം വേണം അല്ലേ? അത് ഇവർ ആദ്യം ചെറുപ്പം മുതലേ ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് അവരങ്ങനെ ചെയ്യും വീട്ടിലിരുന്നിട്ട്. ഇവിടെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടികളൊക്കെ. ഇതൊക്കെ എവിടെയാ ഇതിന്റെ വിൽപ്പനയൊക്കെ എങ്ങനെയാ ചേട്ടാ? ഇവിടെ വന്ന് കൊണ്ടുപോകും അല്ലേ? അത് ശരി. ആഹാ ആഹാ, നിങ്ങളതിൻ്റെ ഒരു റേറ്റ്, ഒരു പീസിന് ഇത്ര റേറ്റ് വെച്ചിട്ട് ഹോൾസെയിൽ വിലക്ക് നിങ്ങൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് അവിടെ കൊട്ടിയത് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അരുതി റെഡിയാക്കി എടുക്കും അല്ലേ? ഇപ്പൊ ഇവിടെ തന്നെ ചൂളക്കി വെക്കാം. ചെറിയ കണ്ടില്ല, അതുപോലത്തെ ചെറുത്. അപ്പോൾ ബാബയുടെ ശരിക്കും നിങ്ങൾ ഇത് എന്താ പറയാ, പാമ്പാരന്മാർ എന്താണ്? കുമ്പാരന്മാർ. നിങ്ങൾ വേറൊരു ഭാഷ സംസാരിക്കുന്നത് എങ്ങനെയാണ്? കാര്യങ്ങളൊക്കെ ശരിക്കും ഞങ്ങളുടെ ഉത്ഭവം ആന്ധ്രയെന്നാണ്. ആന്ധ്രയാണ് ഞങ്ങളുടെ ശരിക്കും ഞങ്ങളുടെ ഉത്ഭവം. അതായത് കുറെ മുത്തശ്ശന്മാർ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പൊ നമ്മുടെ തലമുറയൊന്നല്ല, ഒരുപാട് 500 വർഷങ്ങൾക്കൊക്കെ മുന്നെയാണ്. അത് ഇവിടെ തൃശ്ശൂർ വന്നതാണ്? അല്ല, തൃശ്ശൂരില്ല, മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഞങ്ങളുണ്ട്. ഉണ്ടല്ലേ? അത് ശരിയാ. തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ അതിന്റെ ഭാഗത്ത് ഞങ്ങൾ അവിടെ നിന്ന് വന്നതിന്റെ ഭാഗത്ത് ആ ഭാഷയായിട്ടാണ് ഞങ്ങൾ വന്നത്. അത് ശരി. ആ ഭാഷ ഇപ്പോഴും ആ ഭാഷയോട് വന്നപ്പോ കുറച്ച് മലയാളം, തമിഴും എല്ലാം കൂടി മിക്സ് ആയി എന്ന് മാത്രം. ലിപി ഇല്ലാത്ത കാരണം എല്ലാ ഭാഷയിലും കൂടി മിക്സ് ആയി. നമ്മൾ ഇവിടെ വന്നപ്പോ മലയാളം നമ്മുടെ ഭാഷയിൽ കലർന്നു. അങ്ങനെ കുറച്ച് മാറ്റം ഉണ്ടെന്നുള്ളൂ. അപ്പൊ ലിപിയില്ല, എഴുതാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോ ആ ഭാഷയിലാണ്. നിങ്ങളൊന്ന് സംസാരിച്ചാൽ ആ ഭാഷ. ഞങ്ങൾ ശരിക്കും മലയാളികളാണ്. അപ്പൊ നമുക്ക് അതിന് പിന്നെ വേറെ ലിപി ഉണ്ടാക്കേണ്ട ഇത് വന്നില്ല. ഞങ്ങൾ വന്ന ഓട്ടോമാറ്റിക് നമ്മൾ ഈ നാട്ടുകാരായില്ലേ. ആന്ധ്രയിൽ ഇപ്പൊ ലിപി ഉണ്ടോ? അതിന് ലിപി ഉണ്ട്. അവിടെ ഈ ഭാഷ സംസാരിക്കണ്ടേ? ഈ ഭാഷയുടെ മാറ്റം ഉണ്ടല്ലോ. നമ്മൾ ഇതിലും കലർന്നില്ലേ? ഇത് കലർന്ന്. ഒറിജിനൽ വേറെ ഭാഷ ഉണ്ട് അല്ലേ? ആന്ധ്രയിലുണ്ടോ? ഇത് നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ആ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭാഷ. ഈ ഭാഷ തന്നെയാണോ സംസാരിക്കുന്നത്? പക്ഷെ അതിൽ മാറ്റം വെച്ചാൽ അത് കലർന്നു. ഇപ്പൊ പേരെന്താന്ന് എങ്ങനെ ചോദിക്കും നിങ്ങള് ഇതില്? പേരെഴുതി. ശരി. ഞാൻ പേര് രാജട. ആ, തെലുങ്കല്ലേ? തെലുങ്ക് ഭാഷ സൂപ്പറാണ്. അയ്യോ, ഇത് ഉണങ്ങിയിട്ടില്ലല്ലേ? ചുളക്കൊക്കെ അല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം വെട്ടി എടുക്കണതാ? ഓരോ കള്ളിയും വെട്ടിയെടുക്കണം. ഒരുപാട് ദിവസത്തെ പണിയുണ്ട് അല്ലേ? 2 ദിവസം പണി വരും. 2 ദിവസത്തെ പണി. നാളെ വൈകുന്നേരം ഇത് വീടിന്റെ അകത്തൊക്കെ വെക്കാൻ പറ്റില്ലേ? ഇങ്ങനത്തെ ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട്, വെട്ടിയെടുക്കാനാണ് പാട് കൂടുതൽ. അതിനനുസരിച്ച് റേറ്റ് കിട്ടില്ല അല്ലേ? പണി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഇത് അച്ചല്ലല്ലോ, കൈ കൊണ്ട് തന്നെ വെട്ടിയെടുക്കണം. ഓക്കെ, നല്ല രസമാണ് കേട്ടോ. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ആ ടൈമിൽ വെട്ടിയെടുത്തില്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. കയ്യൊക്കെ മുറിഞ്ഞ് നാശം. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി വർക്കുകൾ നമ്മൾ രാജേട്ടൻ ചെയ്യാറുണ്ട്. അപ്പോൾ രാജേട്ടൻ ഇതെന്താ സംഭവം? ഗിനിപ്പന്നിയോ? ഞാൻ മുയലാന്ന് വിചാരിച്ചു ആദ്യം. അത് ശരി.
ഇത് പുറത്തേക്ക് വിടുമോ അല്ലല്ലോ? ഇല്ല പുറത്തേക്ക് വിടില്ല, കാരണം ഇവിടെ നായ്ക്കളൊക്കെ വരുന്ന കാരണം ചിലപ്പോൾ അവറ്റങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ചേട്ടൻ്റെ പേരെന്താ? രതീഷ്. അപ്പൊ അടുത്ത വീട്ടിലൊക്കെ വർക്ക് നടക്കാനുണ്ട്, അപ്പുറത്തെ അതൊക്കെ നിങ്ങളെ കുടുംബാക്കിയാണോ? കുടുംബം തന്നെയാണ്. ഇതാരാണ്? അത് നമ്മുടെ അളിയനാണ്. അളിയനാണ്. അപ്പുറത്തോ? അപ്പുറത്ത് അത് വല്യമ്മയുടെ വീട്. വല്യമ്മയുടെ വീട്. അവര് ചെയ്യുന്നല്ലേ? അത് അച്ഛനാണ്. അച്ഛനാണ് അല്ലേ? ഇതാരാ? അമ്മയാണോ? അത് നമ്മുടെ ഭാര്യയുടെ അമ്മയാണ്. ഭാര്യയുടെ അമ്മയാണ് അല്ലേ? ഇതാണ് നിങ്ങളെ വീട് അല്ലേ? വീട് കല്ലോണ്ടും മണ്ണോണ്ടൊക്കെയുള്ള നിർമ്മിച്ചത്, കുറച്ച് പഴയ വീടാണല്ലേ? വീടാണ്. അത് ശരി. ഇത് എത്ര മുറികളുണ്ട് ഈ വീട്ടില്? 3 മുറി. ഇത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടൊന്നും കിട്ടണമെന്നില്ല ഇതില്. പുതിയ വീട് വെക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഈ വീട് പണിത്തിട്ട് ഒരുപാട് കാലമായിണ്ടോ? അത് കുറെ ആയിട്ടുണ്ട്. കുറെ ആയില്ലേ? ഒരു 10-15 കൊല്ലം പോരാ, അതിന് കൂടുതലായി ഉണ്ടാവും. ആയിണ്ടാവും അല്ലേ? ഈ നിലത്തൊക്കെ ചാണകം തേച്ച ചാണകം. വീടിന്റെ ഉള്ളിൽ നിന്ന് കയറി നോക്കട്ടെ, കാണട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ ഇവിടെ ചെറിയൊരു വാതില്, ചെറിയ ഒരു മരത്തിന്റെ ഒരു വാതിലാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിന്റെ ചുമരൊക്കെ മണ്ണിന്റെ കട്ടയാണ് കേട്ടോ. മണ്ണിന്റെ കട്ട വെച്ചിട്ട് പടവ് ചെയ്തിട്ട് മണ്ണുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ തേച്ചിട്ടുണ്ട്, ബാക്കി അവിടെ തേക്കാതെ നിൽക്കുകയാണ്. ഇവിടെ ഇതേമാതിരി കുറച്ചൊക്കെ തേച്ചിട്ടുള്ളൂ. ചുമരൊക്കെ ഈ മണ്ണുകൊണ്ട് തേമ്പി വെച്ചിട്ടുണ്ട്. നിലത്ത് ചാണകത്തിന്റെ ഒരു നിലമാണ്. പഴയ കാലത്തെ ഒരു വീടിന്റെ ഒരു മോഡലാണ് ഇപ്പോൾ വരുന്നത്. ഇത് വീടൊന്ന് പുതുക്കി പണിയണ്ടേ? പണിയണം, പക്ഷെ അതിന് നമ്മൾ എഴുതി കൊടുത്തിട്ടൊന്നും കിട്ടുന്നില്ല. പഞ്ചായത്തിൽ നിന്ന് കിട്ടണില്ല അല്ലേ? അപ്പൊ അതിന്റെ ലൈഫ് പദ്ധതി പ്രകാരമൊക്കെ വീട് കിട്ടൂലേ? കിട്ടും. എഴുതി കൊടുത്ത 1 ലക്ഷം വീടുകാരനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞല്ലേ? പിന്നെ ഇവിടെ ഇതാണ് എന്റെ ബെഡ്റൂം. ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഇപ്പുറത്തെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, അവിടെ ഒരു അടുക്കളയാണ് വരുന്നത്. ഇതാണ് അടുക്കള അല്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ അടുക്കളയിൽ ഇവിടെ പാചകം ചെയ്യാൻ ഈ ഒരു രീതിയിലുള്ള പഴയ രീതിയിൽ ഇങ്ങനത്തെ വീടുകൾ ഇപ്പോൾ കാണാൻ വളരെ വിരളാണ് കേട്ടോ. ഇങ്ങനത്തെ രീതിയിലുള്ള പണ്ടത്തെ മോഡലുള്ള ഈ ഒരു വീടൊക്കെ കാണാൻ വളരെ വിരളായതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം അവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം പോലത്തെ ഒരു റൂമുണ്ട്. ഇവിടെയാണ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെ വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ ബാക്കിൽ ഇവിടെ ഒരു ചൂളപ്പര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ചൂളപ്പര അല്ലേ? നമ്മളെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ചൂളയ്ക്ക് ഇതിന്റെ ഉള്ളിലാണ് വെക്കുക. ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിന്റെ മോൾ ഭാഗം അടയ്ക്കൂലേ? അടച്ചിട്ട് അടിയിൽ തീ കൊളുത്തും. ഇതൊക്കെ ഓട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അല്ലേ? പണി കഴിഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ പണി കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽഫാണ് ഇത് അല്ലേ? ഇത് കുറച്ച് ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നതാണ്, അത് ഇനി കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പറ്റില്ല. ഇത് വെളുക്ക് അല്ലേ? ഊരെടുക്കുന്ന ടൈപ്പ് അല്ലേ? ഇതൊക്കെ നമ്മുടെ ഗുരുവായൂർക്ക് ഒരു കടയിലേക്ക് ഓർഡർ വന്നതാണ്. അതായത് നമ്മൾ മണ്ണാണ് ഇത് കൃഷ്ണനെ വെക്കാൻ വേണ്ടിട്ടേ. ഇത് ചൂളക്ക് വെച്ചിട്ടില്ല, പച്ചമണ്ണാണ്. ഇതില് കുഞ്ഞുക്കുരു നിർത്തിയിട്ട് മുകളിൽ ചെറിയ കൃഷ്ണനൊക്കെ വെക്കും, പീലൊക്കെ വെച്ചിട്ട്. അതിന് വേണ്ടിട്ട് ഗുരുവായൂർക്കുള്ള ഓർഡർ അല്ലേ? അതെ അതെ, ഇതും ആ ടൈപ്പ് തന്നെയാണ്. ഓ അത് ശരി. ഗുരുവായൂർ അമ്പലത്തേക്ക് വേണ്ടിട്ടാ? അമ്പലല്ല, നമ്മുടെ ആനക്കോട്ടയുടെ ഇതില്ലേ, ആനക്കോട്ടയുടെ അവിടെ ഒരു ചേട്ടൻ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. മുന്നിൽ വെച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ബാക്കിൽ വീടിന്റെ ബാക്കിലാണ് ഈ ഒരു ചൂളപ്പര ഉള്ളത്. ഈ ചൂളയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷീറ്റൊക്കെ വെച്ചിട്ട് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചൂളയ്ക്ക് വെച്ചതിന് ശേഷം ആ സാധനങ്ങൾ ഇതിന്റെ മുകളിലേക്ക് എടുത്ത് വെക്കും അല്ലേ? അതെ അതെ. അപ്പോൾ ഇതിന്റെ ചുമരൊക്കെ ഈ ഒരു രീതിയിലാട്ടോ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പഴയ ഈ ഇങ്ങനത്തെ ചുമരുകളൊന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റാത്തൊരു ഇതാണ്. ഇത് പഴയ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മ വരാണ്ട് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മളെ രാജൻ ചേട്ടൻ ചെയ്ത് വെച്ച 1-2 വർക്ക് ഇതിൻ്റെ ഉള്ളിലല്ലേ? അതെ അതെ അതെ. അടിപൊളി സംഭവം കേട്ടോ, അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് 2 അവിടെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഓർഡർ ഉള്ളതാണോ? ഉള്ളതല്ലേ? ഇതിപ്പോൾ ഏകദേശം എത്ര വരും ഒരു ഇതിന്? ഇത് നമ്മൾക്ക് ഒരു 1,500 വീട്ടിൽ വില വരുന്നുണ്ട്. 1,500 ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനേ? അത്രയും വർക്ക് ഉണ്ട്. ഒരു ദിവസം 2 ദിവസത്തെ വർക്ക് ഉണ്ടാവില്ല ഇതിന്? 2 ദിവസം വരുന്നുണ്ട്. നമ്മളെ ഈ ഇതില്ലേ ചെറിയ കുട്ടികൾക്ക് ഈ പൊടിയൊക്കെ കുറുക്കാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ പിടുത്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിന് ചെമ്മണ്ണ് കളർ കൊടുത്തിട്ട് പിന്നെ നല്ല ചുവന്ന കളറോ റെഡ് കളറായി കിട്ടും. ഇതൊക്കെ കൂടി ആണ് ഇനി ചൂളയ്ക്ക് വെക്കുക, എല്ലാം കൂടി ഒരുമിച്ച്. ഇതിനൊക്കെ എത്ര രൂപ കിട്ടും? ഇത് നമ്മളെ വീട്ടില് 75 രൂപയാണ്. ഇവിടെ നിങ്ങൾ 75 ഹോൾസെയിൽ. നമ്മളിപ്പോ പുറത്തുനിന്ന് വാങ്ങുമ്പോ ഇരട്ടി വില വരും. ഒരുപാട് പണിയുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം ആയി വരണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ ചട്ടിയും കലങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പിന്നിലുള്ള വർക്ക് എത്ര ഉണ്ടെന്ന് അറിയണില്ല. അപ്പോൾ ഇവരൊക്കെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവർ നേരിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവേണ്ടത് ഇതിന്റെ എത്രത്തോളം കഷ്ടപ്പാടുണ്ട്. ഇതിന്റെ ചളി കുഴക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ അല്ലേ? ചളി ഇപ്പൊ പറഞ്ഞാൽ മിഷീൻ ഇറങ്ങിയ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പിന്നെ അതിന് പിന്നെ കറണ്ട് ബില്ല് വരുമല്ലോ. പിന്നെ കുഴക്കുന്ന മെഷീൻ അരച്ചാലും നമ്മൾ ഒന്നും കൂടി ചവിട്ടി മിക്സ് ആക്കി എടുക്കണം, അല്ലെങ്കിൽ പണിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ചളി കൊണ്ടുവരണ്ട, നിങ്ങൾ വാങ്ങാണ്? വാങ്ങാണ്. ഇവിടെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മള് ആദ്യ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര മണ്ണെടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ.
അപ്പൊ ഇത് ഇങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് അടിക്കുക ചെയ്യാം അവിടെ? ഇവിടെ കൊടുന്ന് അടിക്കും. വണ്ടിയിൽ ദൂരത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്, പിന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നുണ്ട്. എന്നാലും ചില മണ്ണിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലത് പണിത് കഴിഞ്ഞാൽ പൊട്ടല് വരും, പച്ചയില. ചില മണ്ണ് അങ്ങനെ നല്ല, ഓരോ മണ്ണിനും ഓരോതായ ഓരോ പ്രത്യേകതകളുണ്ട്. ചില മണ്ണ് ചൂട് തട്ടാൻ പറ്റില്ല, അപ്പൊ പൊട്ട് വരും. പിന്നെ ഞങ്ങൾ 2-3 തരം മണ്ണൊക്കെ അവിടെ നിന്ന് കിട്ടുമ്പോൾ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ പണിയാൻ. ഒരു തരം മണ്ണ് അതന്നെ. പിന്നെ കുറച്ച് തയ്യാത്ത മണ്ണാണെങ്കിൽ കമ്പനിയിൽ നിന്ന് മേടിക്കും. കട്ടമണ്ണ് നമ്മുടെ പുതുക്കാട് നിന്ന് മേടിക്കാറുണ്ട്. അതൊരു പീസിന് 39 രൂപയാണ്. ഒരു പീസ് എന്ന് പറയുമ്പോൾ ഒരു ചെറുത് മെഷീനിൽ അരച്ച മണ്ണ്. അതൊരു പീസ് വാങ്ങി ഇത്ര പോകുന്നത് ഒരു 8-9 ഇഞ്ച് നീളം ഉണ്ടാവുള്ളൂ. അതിനെത്ര വരും? അത് 39 രൂപ ഒരു കട്ടക്ക്. അപ്പൊ ഒരു 100 കട്ടൊക്കെ ഇറക്കുമ്പോ അതിനൊരു 7-8 രൂപയുടെ അടുത്ത് വരും. ഇപ്പൊ ഒക്കത്തിന് പൈസയാണല്ലോ. പൈസ. അപ്പൊ നമ്മളെ രാജൻ ചേട്ടന്റെ അതേപോലത്തെ ഒരു വീടാണ് ഇവിടെ വരുന്നത് അല്ലേ? വല്യമ്മേന്റെ വീടാണ്. അത് വല്യമ്മയാണ് അല്ലേ? വല്യമ്മയുടെ മോള്. അപ്പൊ അതേപോലത്തെ ഒരു വീടാണ് ഇവിടെ വരുന്നത്. നമ്മൾ അതിന്റെ അടി കൊട്ടി ഷേപ്പ് ആക്കിയത് അല്ലേ? ഇങ്ങനെയാണ് ഇത് പണി കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. ഇനിയിപ്പോ ഇതിന്റെ പണി ഇനിയിപ്പോ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചെമ്മണ്ണ് തേച്ച് മിനുസാക്കണം. എന്നിട്ട് ചൂളയിൽ വെക്കണം ഉണങ്ങിയിട്ട്. അപ്പൊ നമ്മൾ ഈ വീട് പാല് കാച്ചലിനെ അല്ലെ ചായ വെക്കാനൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർ ഈ മണ്ണിന്റെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ചക്രത്തിൽ പണിയേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കൊട്ടിയിടും. കാരണം അത് ഭയങ്കര നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് എടുക്കാം, ഈ പണി ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? ചക്രത്തില് അങ്ങനെ തിരിച്ച് കൈകൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി വരിക മാത്രമേ ഉള്ളൂ. ഇത് പഠിച്ചു വരണമെങ്കിൽ ഒരുപാട് ഇത് പിടിക്കും. ഇത് കൊട്ടാന് ഓരോ ഷേപ്പ് നമ്മളാക്കി വരണമെങ്കിൽ ആ ചട്ടീന്റെ ഷേപ്പ് ആക്കി വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ പഠിച്ച ശീലമായാലും നമുക്ക് കൊട്ടാനും പറ്റുള്ളൂ. അവരിത് കുറെ ചെറുപ്പം മുതലേ ഇത് ചെയ്ത് വരുന്നോണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ കഴിയണത്. പെട്ടെന്ന് ഒരാൾക്ക് പോയിട്ട് പഠിച്ചെടുക്കാൻ സംഭവം അത് നമ്മൾ ഈ ഒരു ചട്ടിയും കലങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിൾ. ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇത് പണിയാൻ. കാരണം നമ്മളത് അതേ ശീലിച്ച കാരണം നമുക്ക് അത് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് വന്ന് പഠിക്കണമെങ്കിൽ എളുപ്പമുള്ള കാര്യമാണ് അല്ല. ചെറുപ്പം മുതലേ അത് ശീലിച്ച് വന്നാൽ ആദ്യം മുതലേ ഇവിടെ ചെയ്ത് വരുന്ന അത്രയും കഴിവുള്ള ഒരു സംഭവങ്ങളുണ്ട്. അത്യാവശ്യം കഴിവ് വേണം ഇത് ചെയ്യണമെങ്കിൽ. ആദ്യം മുതലേ ശീലിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിപ്പോ ഈ ഒരു പുറമേ നിന്ന് ഈ ഒരു പാത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത്, നമ്മൾ വാങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളും നമ്മൾ ആലോചിക്കാറില്ല. അപ്പൊ ഇതാണ് രാജൻ ചേട്ടന്റെ ഭാര്യ കേട്ടോ. എന്താ പേരെന്താ നിങ്ങളെ പേരെന്താ? മഞ്ജുഷ. അപ്പൊ രാജൻ ചേട്ടന്റെ കൂടെ എപ്പോഴും വർക്കിന് സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെ കാണാനും ഇതൊക്കെ നിങ്ങളെ പരിചയപ്പെടാനോ ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി ഞങ്ങൾക്ക് വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ.